16,000, 15,000, 14,000, ഇപ്പോൾ ഇതാ 13,000 ഈ ഫോൺ അവൈലബിൾ ആണ്. ആൻഡ് അറ്റ് ദിസ് പ്രൈസ് ഇവനാണ് ഇവിടുത്തെ ഒരേ ഒരു രാജാവ്. ഞാൻ പറഞ്ഞു വരുന്നത് റിയൽമി നാർസോ 70 ടെർബോ എന്ന ഫോണിനെ കുറിച്ചാണ്. 13,000 രൂപയ്ക്ക് എന്തൊക്കെയാണോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതും അതിൽ കൂടുതലും ഈ ഫോൺ ഡെലിവർ ചെയ്യുന്നുണ്ട്. അതേസമയം ഇതിൽ ശ്രദ്ധിക്കേണ്ടതായ 1-2 കാര്യങ്ങളും ഉണ്ട്. എല്ലാം അറിയാം ഈ വീഡിയോയിൽ. ഫസ്റ്റ്ലി ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് നോക്കാം. 6.7 ഇഞ്ചിൻ്റെ 120 ഹെർട്സ് റീഫ്രഷ് ആയിട്ടുള്ള ഫുൾ HD പ്ലസ് ഫ്ലാറ്റ് OLED ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വളരെ നേരിയ ബെസൽസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒപ്പം ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ 1200 നിറ്റ്സ് വരെ ഇതിന് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ല ഔട്ട്ഡോർ വിസിബിലിറ്റി ഇതിനുണ്ട്. ഡിസ്പ്ലേയിൽ തന്നെ ഇൻ ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നുണ്ട്. ആൻഡ് യൂട്യൂബിൽ 4K HDR വീഡിയോസ് പ്ലേ ചെയ്യാനുള്ള സപ്പോർട്ടും ഉണ്ട്. ഡിസ്പ്ലേ പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഡ്രാഗൺ ട്രെയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പെർഫോമൻസ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ഈ പ്രൈസ് സെഗ്മെന്റിൽ നമുക്ക് കാണാൻ സാധിക്കും. MediaTek Dimensity 7300 അറൌണ്ട് 7 ലക്ഷത്തിന്റെ AnTuTu സ്കോർ ഈ ഡിവൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒപ്പം UFS 3.1 സ്റ്റോറേജ് ഉണ്ട്. LPDDR4X റാമും ഉണ്ട്. BGMIയിൽ 90 FPS ഗെയിമിംഗ് അൺലോക്ഡ് ആണ്. ആൻഡ് TDMൽ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ട് നമുക്കിത് കിട്ടുന്നുമുണ്ട്. എന്തുതന്നെയായാലും ഗെയിമേഴ്സ് ഇതിൻ്റെ 8GB വേരിയൻറ്റ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് ലോങ് ടേമിൽ ഗെയിമിങ്ങിന് അത്രയും റാം അത്യാവശ്യമാണ്. ക്യാമറാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇതിൻ്റെ മെയിൻ സെൻസർ ഓംനി വിഷൻ്റെയാണ്. ഫോട്ടോ സാമ്പിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് നമുക്ക് ഡേ ലൈറ്റിൽ കിട്ടുന്നുണ്ട്. ലോ ലൈറ്റിൽ ഡീറ്റെയിൽസ് കുറയുന്നതായിട്ടും കാണാൻ സാധിക്കും. ആൻഡ് ഇൻ മോസ്റ്റ് കേസസ് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റി കളേഴ്സാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് സ്കിൻ ടോൺസും അത്യാവശ്യം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ലൈറ്റ് സ്മൂത്തനിങ് അല്ലെങ്കിൽ ആ ഒരു ബ്യൂട്ടിഫിക്കേഷൻ മുഖത്തെ നോട്ടീസബിൾ ആണ്. റിയൽമിയുടെ ഫോൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഈ പ്രൈസ് പോയിന്റിൽ ഇത് വളരെ ഇംപ്രസീവ് ആയിട്ട് എനിക്ക് തോന്നി. സെൽഫി ക്യാമറ 16 മെഗാ പിക്സലിൻ്റെ ആണ്. അഗൈൻ ഡേ ലൈറ്റിൽ നന്നായിട്ട് ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. വീഡിയോ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 4K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ OS ഇല്ല എങ്കിലും അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. സെൽഫി 1080p 30 FPS ആണ്. ഫോണിൻ്റെ സോഫ്റ്റ്വെയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് Android 14 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി UI ആണ്. ആൻഡ് 2+3 ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇക്കൊല്ലം വാങ്ങിയ ഫോണുകൾ ഇതിനേക്കാൾ മുന്നിലാണ് ഇൻ ടേംസ് ഓഫ് സോഫ്റ്റ്വെയർ. ഒരുപാട് ബ്ലോട്ട്വെയറുകളും പരസ്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഫാക്ട് 10,000 ഫോൺസിൽ പോലും ഇത്ര ഉണ്ടാവാറില്ല. എന്തുതന്നെയായാലും ഒരു 15-20 മിനിറ്റ് ചിലവാക്കിയാൽ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. സോഫ്റ്റ്വെയറിൽ ആപ്പ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ആനിമേഷൻസ് വരുന്നുണ്ട്. ആൻഡ് കാര്യമായ AI ഫീച്ചേഴ്സ് ഇതിലില്ല. ബിക്കോസ് ഇത് Android 14ലാണ്. സോ Android 15ൻ്റെ അപ്ഡേറ്റോട് കൂടിയായിരിക്കും ഇതെല്ലാം വരിക. കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 9 5G ബാൻഡ്സ് ഉണ്ട്. VoNR അതായത് 5G കോളിങ്ങിൻ്റെ സപ്പോർട്ട് ഉണ്ട്. Wi-Fi 6 ഉണ്ട്. Bluetooth 5.4 ഉണ്ട്. അതോടൊപ്പം ഹെഡ്ഫോൺ ജാക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. IR ബ്ലാസ്റ്ററും NFC-യും ഇല്ല. ആൻഡ് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. സോ ഭാവിയിൽ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. മറ്റുള്ള സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ആൻഡ് 44 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. സോ അറൌണ്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ 0 to 100% ഫുൾ ചാർജ് ആകും. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഡുവൽ മൈക്ക് ഉണ്ട്. ആൻഡ് ഫോൺ IP65ൻ്റെ റേറ്റിംഗ് ഉണ്ട്. വളരെ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ് ഇതിൻ്റെ ഫോം ഫാക്ടർ. ഒപ്പം ബോക്സിൽ തന്നെ ചാർജറും കവറും കൊടുത്തിട്ടുണ്ട്. ഫൈനലി എനിക്ക് പറയാനുള്ളത് at 13,000 rupees ഇതൊരു വെൽ ബാലൻസ്ഡ് ഫോണാണ്. ആകെപ്പാടെയുള്ളൊരു പോരായ്മ എന്നത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ കാര്യത്തിലാണ്. ആൻഡ് അതൊരു വിഷയമല്ലെങ്കിൽ ദിസ് ഈസ് യുവർ ബെസ്റ്റ് ചോയ്സ്.